ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് ടേസ്റ്റ് ബഡ്സ്. ഇത് 1/4 കിലോ ചവ്വരിയാണ്. ഇതുകൊണ്ട് നമുക്ക് ഈ വരുന്ന ഓണത്തിന് ഒരു അടിപൊളി പായസം ഉണ്ടാക്കാം. അപ്പോൾ ഇതിനെ ഇനി ഒരു 3 വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെക്കാം. അപ്പം ഞാൻ ഇതിനെ കുതിർത്ത് വെച്ചിട്ട് ബാക്കിയുള്ള പ്രോസസ്സ് ഞാൻ പിന്നെ കാണിക്കാം. ഇതിനെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ടിതാ ഇത്രയും വരെ വെള്ളം ഒഴിച്ചിട്ട് കണ്ടോ. നമ്മളുടെ താഴെ അങ്ങ് മുക്കിക്കൊണ്ട് പോകരുത്. അല്ല, താഴെ മുക്കിയാലും കുഴപ്പമില്ല. അതിപ്പോൾ ഇത്രയും വരെ താഴെ തൊട്ട് ഇത്രയും വരെ വെള്ളം ഒഴിച്ച് ഒരു 3-4 മണിക്കൂർ കുതിർക്കാൻ വെക്കുക. അതിന് 1/4 കിലോ ചവ്വരിക്ക് ഇത് 1 ലിറ്റർ പാലാണ്. ഇത് തിളച്ച് കുറച്ചൊന്ന് വറ്റിക്കോട്ടെ. ഇത് വറ്റുന്ന നേരം കൊണ്ട് നമുക്ക് വേറെ ഒരു പണിയും കൂടെ ഉണ്ട്. ഇതിനെ ഒന്ന് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് അവിടെ കിടന്ന് വറ്റിക്കോട്ടെ. ഓക്കെ, ഇത് നമ്മൾ രാവിലെ കുതിർത്ത് വെച്ച ചവ്വരിയാണ്. ഒരു 5-8 മണിക്കൂറായി. കണ്ടോ, ഇത് കയ്യിൽ ഡൈ അടിച്ചതിൻ്റെ കളറ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച് കയ്യുള്ള ചെടിയെല്ലാം പിടിച്ചിട്ടുള്ളതാണ്. ഇത്രയും കുതിർത്ത് വേണം. പക്ഷേ നമ്മൾ ഇതിന് കുറച്ചും കൂടെ സ്റ്റാർച്ച് കളയാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളം ഇതിനകത്ത് ഒഴിച്ച് വെക്കണം. ഒരു 2 മിനിറ്റ്. ഇത് ശരിക്കും മുങ്ങിയിട്ട് വരണം. 2 മിനിറ്റ് അതിന് എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇത് കണ്ടോ, നല്ലതുപോലെ ഇളക്കി. ഇത് നന്നായിട്ട് കുതിർന്നതാണ്. എന്നാലും നമ്മൾ ഇതിനെ ഒന്ന് 2 മിനിറ്റ് തിളച്ച വെള്ളത്തിലാണ് മുക്കി വെച്ചിട്ടുള്ളത്. എല്ലാം നന്നായിട്ട് മുങ്ങിയിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ വെള്ളം ബാക്കി. അതിനിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇത് ഒന്ന് വെന്തിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. അങ്ങനെ ആയി കഴിയുമ്പോൾ ഇതിലത്തെ സ്റ്റാർച്ചും പോകും. പിന്നെ നമുക്ക് ഇത് എളുപ്പത്തിന് ഉണ്ടാക്കി കിട്ടുകയും ചെയ്യും. ഇത് ഇച്ചിരി ഒരു തവി പാലെടുക്കാണ്. അതിനകത്ത് കുങ്കുമപ്പൂ ഇട്ട് വെക്കാണ്. നല്ലൊരു കളർ കിട്ടത്തില്ലേ? ഓക്കെ, കൂടുതലാവും. അപ്പോൾ കുങ്കുമപ്പൂവാണ് അതും കൂടെ അതിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇത് കളർ വന്നോട്ടെ. ഇത് നമ്മൾ അരിച്ചെടുത്തിരിക്കുകയാണ്. കുറച്ചൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിനകത്തിട്ട് അതിനെ തിളപ്പിച്ചെടുക്കാം. ഇത് കണ്ടോ, നല്ല ട്രാൻസ്പെറൻറ്റ് കളർ ഇപ്പോഴേ ആയില്ലേ. ഇതേ ഇതിന് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് വെന്ത് റെഡി ആയി കിട്ടും. അതിനകത്ത് കിടന്ന് വെന്തോട്ടെ. അപ്പോൾ ഇതാ നമ്മളുടെ പായസം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി തിളച്ച് കുറച്ച് വറ്റണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്ത് പഞ്ചസാര, ഏലക്കാപ്പൊടി, കുങ്കുമപ്പൂ, പിന്നാണ് നമ്മൾ അവസാനമാണ് കശുവണ്ടി മുന്തിരിങ്ങയും കൂടെ നെയ്ക്കകത്ത് വറുത്തിടുന്നത്. അപ്പോൾ ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കാം. ഒന്ന് തിളച്ച് വറ്റിക്കോട്ടെ. ഇതിനകത്ത് ഇത്രയാണ് പഞ്ചസാര ഇടാൻ പോകുന്നത്. പഞ്ചസാര നിങ്ങളുടെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ ഇഷ്ടപ്രകാരം ഇട്ടു. കൂടുതലോ കുറവോ ആവശ്യം. ഞങ്ങൾക്ക് മധുരം കുറവ് ആവശ്യമുള്ള ആൾക്കാരാണ്. അത് കാരണത്താൽ അത്രയും മാത്രം ഇട്ടത്. ഒന്ന് ഇളക്കി കൊടുക്കുക. മധുരം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇടാം. പക്ഷേ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ കുറയ്ക്കാൻ പാടാം. ഇളക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് തിളച്ച് വന്നോട്ടെ. നമുക്കിനി ഇതിനകത്തോട്ട് നമ്മളുടെ കുങ്കുമപ്പൂ ഒഴിച്ചു കൊടുക്കും. ഏലക്കായും പഞ്ചസാരയും ഉള്ള കൂടി ഇത് അതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അതിലേക്കിനി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ വറുത്തിടണം. ഇത് ചൂടായില്ല, അതിന് മുമ്പ് തന്നെ ഇട്ടു ഞാൻ. നമ്മളുടെ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. 2 മിനിറ്റ് കൂടി കഴിയുമ്പോൾ അതിനകത്ത് മുന്തിരിങ്ങയും കൂടി ഇടും. നമുക്ക് മുന്തിരിങ്ങയും കൂടി ഇടാം. മുന്തിരിങ്ങ ഒന്ന് പൊങ്ങി വരുമ്പോൾ അതിനെ എടുത്ത് നമുക്ക് നമ്മളുടെ പായസത്തിനകത്ത് ഒഴിക്കാം. മുന്തിരിങ്ങ കണ്ടോ പൂത്ത് വരുന്നത്. അണ്ടിപ്പരിപ്പ് നല്ല ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മളുടെ പായസം ready. Once again, Minnie's Taste Buds wishes all its viewers a very happy Onam. As I always say, cooking is an art. Cook it with love, serve it with love, eat it with love, serve it with a smile. Those who are watching our channel for the first time, like, share, comment and subscribe. Jai Hind.